ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ലൂക്കോസിന് സുവിശേഷം എടുക്കാം. ലൂക്കോസിന് സുവിശേഷം 8-ാം അധ്യായം എടുക്കൂ. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ, ദൈവത്തിന് സ്തോത്രം, 8-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം. മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. കർത്താവ് പറഞ്ഞ രൂപയാണ്. ഒരു മനുഷ്യൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ ചിലത് വഴിയരികെ വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മാത്രം നല്ല നിലത്ത് വീണു. അതിനെക്കുറിച്ച് പറയുന്നതാണ് 8-ാം അധ്യായം 9-ാം വാക്യം വായിച്ച്. അവൻ്റെ ശിഷ്യന്മാർ അവനോട് ഈ ഉപമ എന്തെന്ന് ചോദിച്ചതിന് അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും ഉപമകളിലത്രേ. ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം. വിത്ത് ദൈവവചനം. വഴിയരികെയുള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. വചനം കേട്ടു, പക്ഷേ പറവകൾ കൊത്തിക്കൊണ്ടുപോയി, പിശാചുക്കൾ വന്ന് എല്ലാം കൊത്തിക്കൊണ്ടുപോയി. കിട്ടിയ വചനം പിശാചുക്കൾ തട്ടിക്കൊണ്ടുപോയി, ഒന്നും അവിടെ നിന്നില്ല. പിന്നെ പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും. പാറമേൽ വിത്ത് വീണു, പക്ഷേ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരാണ്. പാറമേൽ വിത്ത് വീണു, വിത്ത് മുളച്ചു. പാറമേൽ വിത്ത് വീണത് അത് സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല. അവർക്ക് വേരില്ല, പാറയാണ്, വേരോടാൻ പറ്റുന്നില്ല, ആഴത്തിൽ തകർന്നു കിടക്കുന്നില്ല. ആഴത്തിൽ ആ വിത്തിൻ്റെ വേര് അടിയിലേക്ക് പോകാൻ പറ്റുന്നില്ല, പാറമേൽ. അതുകൊണ്ട് പെട്ടെന്ന് അത് കരിഞ്ഞു പോകുന്നു. അവർ തൽക്കാലം വിശ്വസിക്കും, പരീക്ഷാ സമയത്ത് പിൻവാങ്ങി പോവുകയും ചെയ്യും. ഒരു പരീക്ഷ വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ അവർ അവിശ്വാസികളായി പോകും, പിന്തിരിഞ്ഞു പോകും. പിന്നെ മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. മുള്ളിനിടയിൽ വീണത് മുള്ളി ഞെരുക്കിക്കളഞ്ഞു, വിത്ത് മുളച്ചു, വളർന്നു, പക്ഷേ മുള്ളാണ്. മുള്ളിനിടയിൽ വീണതുകൊണ്ട് ആ മുള്ള ഞെരുക്കിക്കളഞ്ഞു. പക്ഷേ അത് ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ കുറച്ച് കൂടുതൽ അർത്ഥമുണ്ട് അതിന്. ദ സീഡ് എമംഗ് ദ തോൺസ് represents those who listen and believe God's words, but whose faith afterwards is choked out by worry and riches and the responsibilities and pleasures of life. കഴിഞ്ഞ പ്രാവശ്യം അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പ്രസംഗം അവസാനിപ്പിച്ച് നിങ്ങൾ ഓർക്കുമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്തൊക്കെയാണ് വറീസ്? ആകുലങ്ങൾ, അത് മുള്ളാണ്, വറീസ്. പിന്നെ റിച്ചസ്, ധനം, പണം, ദ്രവ്യാഗ്രഹം, റിച്ചസ്. ആൻഡ് ദ റെസ്പോൺസിബിലിറ്റീസ്, ഭൗതികമായി നമ്മുടെ ചുമതലകൾ. നമുക്ക് ഓരോരുത്തർ ചുമതലകളുണ്ടല്ലോ, ആ ചുമതലകൾ നമ്മെ ഞെരുക്കും. ചില ചുമതലകൾ നമ്മെ ഞെരുക്കും, കിട്ടിയ വചനത്തെ ഞെരുക്കും. അടുത്തതാണ് ആൻഡ് പ്ലഷേഴ്സ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ സുഖഭോഗങ്ങൾ നമ്മൾ ഞെരുക്കും. മുള്ള്, ഇതെല്ലാമാണ്. കർത്താവ് ഉമയിൽ 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കൂ. 7-ാം വാക്യം. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. ചില വിത്ത് മുള്ളിനിടയിൽ വീണു, മുള്ളും കൂടെ മുളച്ചു അതിനെ ഞെരുക്കി കളഞ്ഞു. മുള്ളും കൂടെ മുളച്ച് അതിനെ ഞെരുക്കി കളഞ്ഞു. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിൻ്റെ കൂടെ മുള്ളും കൂടെ മുളയ്ക്കുന്നു. എന്തൊക്കെയാണ് മുള്ള്? അതാണ് പറയുന്നത്, ദ സീഡ് എമംഗ് ദ തോൺസ്. മുള്ളിനിടയിൽ വീണ വിത്ത് റിപ്രസെൻറ്റ്സ്, അത് പ്രതിനിധാനം ചെയ്യുന്നത് ദോസ് ഹു ലിസൺ ആൻഡ് ബിലീവ് ഗോഡ്സ് വേർഡ്സ്. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എങ്കിലും, ബട്ട് ഹൂസ് ഫെയ്ത്ത് ആഫ്റ്റർവേഡ്സ് ഈസ് ചോക്ഡ് ഔട്ട്. അവരുടെ വിശ്വാസം പിന്നീട് ശ്വാസം മുട്ടിപ്പോകുന്നു. ചോക്ഡ് ഔട്ട്, ശ്വാസം മുട്ടിപ്പോകുന്നു. അത് വിശ്വാസം മുഴുവൻ തീർത്തു പോകുന്നു. എങ്ങനെ? ബൈ വറി, ആകുല ചിന്തകൾ, ആൻഡ് റിച്ചസ്, ദ്രവ്യാഗ്രഹങ്ങൾ, ആൻഡ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ലൈഫ്, ജീവിതത്തിലെ ചുമതലകൾ, ആൻഡ് പ്ലഷേഴ്സ് ഓഫ് ലൈഫ്, അവരുടെ ജീവിതത്തിലെ സുഖഭോഗങ്ങൾ. ഇതെല്ലാമാണ് മുള്ളുകൾ നമ്മെ ഞെരുക്കുന്നു. ചിന്തിക്കൂ, ഇങ്ങനെ അനേകം മുള്ളുകൾ നമ്മെ ഞെരുക്കുന്നു. ചുമതലകളുണ്ട്, ചുമതലകൾ ചെയ്യണ്ടായെന്നല്ല, നമ്മൾ ചെയ്യേണ്ടതായ ചുമതലകളുണ്ട്. പക്ഷേ ഈ ചുമതലകൾ ദൈവത്തിൻ്റെ വചനത്തെ അഗണ്യമാക്കിക്കൊണ്ടാകരുത്, ദൈവത്തെ മറന്നാകരുത്. ചുമതലകളുണ്ട്, ഭാര്യയ്ക്ക് ചുമതലയുണ്ട്, ഭർത്താവിന് ചുമതലയുണ്ട്, മക്കൾക്ക് ചുമതലയുണ്ട്, മാതാപിതാക്കൾക്ക് ചുമതലയുണ്ട്, ജോലി ചെയ്യുന്നവർക്ക് ചുമതലയുണ്ട്, ശരി. പക്ഷേ
ആ ചുമതല വേണ്ടായെന്ന് വെച്ചിട്ടല്ല, എങ്കിലും എൻ്റെ യേശുവിനുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ വ്യതിചലിപ്പിക്കാൻ പറ്റുകയില്ല. ദൈവത്തിന് ചുമതല ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യും. ദൈവത്തിൻ്റെ മക്കൾ അവരുടെ ചുമതല ഏറ്റവും നന്നായിട്ട് ചെയ്യും. ഒരു അധ്യാപകനാണെങ്കിൽ ഏറ്റവും നന്നായി പഠിപ്പിക്കും. ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഏറ്റവും നന്നായി പഠിക്കും. അല്ല, ഒരു വീട്ടമ്മയാണെങ്കിൽ ഏറ്റവും നന്നായി വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കും. അല്ല, ഒരു ഓഫീസ് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഏറ്റവും നന്നായി ചെയ്യും. സംശയമില്ല. അത് കൂടിയേ കഴിയുവാനും, അല്ലെങ്കിൽ ദൈവം ദുഃഖിക്കും. എന്നാൽ ഈ ചുമതലകളെന്ന് പറഞ്ഞ് ചുമതലാഭാരം കൊണ്ട് കർത്താവിൻ്റെ വേലയെ മുടക്കാൻ പറ്റുകയില്ല. വേലയെ സംബന്ധിക്കുന്നതിന് മുടക്കാൻ പറ്റുകയില്ല. നിങ്ങൾ ചിന്തിക്കൂ, എൻ്റെ എൻ്റെ ഒന്നാമത്തെ പരിഗണന ഏതിനാണ്? യേശുവിനാണോ ലോകകാര്യങ്ങൾക്കാണോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇങ്ങനെയൊക്കെ സാധിക്കുമോ? എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, സാധിക്കും. ഒന്നാം സ്ഥാനം യേശുവിന് തന്നെ. അങ്ങനെ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും. ഒന്നാമത് യേശു പ്രസാദിക്കണം, യേശു സന്തോഷിക്കണം, യേശുവിൻ്റെ ഉള്ളിൽ കുളിർക്കണം, എൻ്റെ യേശു സന്തോഷിക്കണം. ഇതായിരിക്കും നമ്മുടെ ലക്ഷ്യം. എൻ്റെ യേശു, എന്നെ വീണ്ടെടുക്കാൻ കുരിശിൽ വെച്ച രക്ഷകൻ, അവൻ എന്നെക്കുറിച്ച് സന്തോഷിക്കണം. എനിക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയ രക്ഷകൻ എന്നെക്കുറിച്ച് സന്തോഷിക്കണം. ഈ ലോകത്ത് അനേകം ചുമതലകൾ എനിക്കുണ്ട്. പക്ഷേ ആ ചുമതലകൾക്കെല്ലാം മീതെ എൻ്റെ യേശുവിനുള്ളതായ സ്നേഹബന്ധമാണ് എനിക്ക് ഏറ്റവും മീതെയുള്ളത്. യേശുവിനുള്ളതായ സ്നേഹബന്ധത്തിൽ നിന്ന് മാറ്റാൻ പറ്റുകയില്ല. ഇതൊരു തീരുമാനമായിരിക്കണം. എൻ്റെ യേശു എന്നുള്ളത് അത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. എൻ്റെ രക്ഷകൻ, എൻ്റെ യേശു, എൻ്റെ പ്രാണനാഥനായ യേശു, എൻ്റെ ജീവനായ യേശു, എൻ്റെ ജീവൻ്റെ ജീവനായ യേശു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് വരുമ്പോൾ പിന്നെ നിങ്ങളുടെ ജീവിതം ഭാസുരമാകും, പ്രകാശപൂർണ്ണമായി തീരും. എൻ്റെ യേശു, ദൈവത്തിന് സ്തോത്രം. റിച്ചസ് ആൻഡ് പ്ലഷേഴ്സ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ സുഖഭോഗങ്ങൾ വന്ന് ഞെരുക്കും, മുള്ളുപോലെ സുഖഭോഗങ്ങൾ. ദൈവത്തിന് സ്തോത്രം. സുഖഭോഗങ്ങൾ മറക്കരുത്. സുഖഭോഗങ്ങൾ നമ്മുടെ കർത്താവിനുള്ള ബന്ധത്തിൽ നിന്ന് നമ്മെ മാറ്റിക്കളയുന്ന ഏറ്റവും ഹീനമായ വിഘ്നങ്ങളാണ്. ഒരിക്കലും ഇടം കൊടുക്കരുത്. സുഖഭോഗങ്ങൾ സുഖമാകാം, പക്ഷേ ഭോഗമാകാൻ പാടില്ല. സുഖഭോഗങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊക്കെ. ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും ശരി, എനിക്ക് ഏറ്റവും പ്രധാനം എൻ്റെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണെന്ന് വരണം. അത് കഴിഞ്ഞിട്ടേ മറ്റൊരു കാര്യമുള്ളൂ. യേശു കഴിഞ്ഞിട്ടേ മറ്റൊരു കാര്യമുള്ളൂ. അങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എടുത്താൽ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾക്ക് ആത്മീയ ജീവിതം വളരെ സുഗമമായി കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യമില്ല, ഒട്ടും പ്രയാസപ്പെടേണ്ട. നിങ്ങൾക്ക് നിത്യജീവൻ ഉറപ്പാണ്. എങ്ങനെ? എല്ലാറ്റിലുപരി എൻ്റെ യേശുക്രിസ്തു എന്നുള്ള ചിന്ത വരണം. എൻ്റെ ജോലിയേക്കാളും, എൻ്റെ ഔദ്യോഗിക പദവിയേക്കാളും, ദൈവത്തിന് സ്തോത്രം, എൻ്റെ സ്ഥാനമാനങ്ങളെക്കാളും, എൻ്റെ സ്വന്തം ശരീരത്തിലെ ആരോഗ്യത്തെക്കാളും ഏറ്റവും ഒന്നാമത് എൻ്റെ യേശു എന്നുള്ളത് വരണം. യേശുവും യേശുവിൻ്റെ മക്കളും എന്ന് വരണം. യേശുവും യേശുവിൻ്റെ മക്കൾ, യേശുവും ദൈവജനവും, ദൈവവും ദൈവത്തിൻ്റെ ജനവും, അതായിരിക്കണം ഒന്നാമത്തെ പരിഗണന. അത് കഴിഞ്ഞിട്ടേ മറ്റൊരു കാര്യമുള്ളൂ എന്ന് വരണം. പറ്റുമോ? നിങ്ങൾക്ക് തോന്നുന്നു ഇതൊക്കെ പ്രായോഗികമാണെന്ന് തോന്നുന്നു. എനിക്കറിയാം, നിങ്ങൾക്ക് തോന്നും, സ്വാഭാവികമാണ്. ഒരു കാലത്ത് എനിക്കങ്ങനെ തോന്നിയിരുന്നു, നിങ്ങൾ കുറ്റം പറയുന്നില്ല. ഞാനങ്ങനെയായിരുന്നു. ഒരു കാലത്ത് ഞാൻ യേശുവിനെ സ്നേഹമാണ്, കർത്താവിൻ്റെ വേല ചെയ്യുന്നു. പക്ഷേ എൻ്റെ മറ്റ് കാര്യങ്ങൾ, എൻ്റെ കുടുംബകാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റ് എൻ്റെ പണസംബന്ധമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ജോലി കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് യേശുക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി അത് താഴ്ത്തിക്കളയാൻ ഞാൻ മനസ്സിലായിരുന്നു. അതുകൊണ്ട് അത്രയും നാൾ ഞാൻ അത്രയ്ക്ക് ആത്മീയമായി ഞാൻ തളർന്നു കിടന്നിരുന്നു. ആത്മീയമായി തളർന്ന ജീവിതം. എന്നാൽ ദൈവം കൃപ ചെയ്തു. ഒരു വലിയ സമർപ്പണത്തിലേക്ക് കർത്താവ് എന്നെ നടത്തി. ഞാൻ നടന്നു പറയാനൊക്കെയില്ല. കർത്താവ് എന്നെ കൊണ്ടുപോയി വലിയൊരു സമർപ്പണത്തിലേക്ക്. വലിയൊരു സമർപ്പണം. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ ഓർക്കുന്നു, എന്തൊരു ഭാഗ്യമായിപ്പോയി ആ സമർപ്പണം എടുത്തത്. ഞാൻ എനിക്കുള്ളതെല്ലാം യേശുവിൻ്റെതെന്ന് പറഞ്ഞ് ചുമ്മാ പറഞ്ഞതായിരുന്നില്ല. ഞാൻ എനിക്കുള്ളതെല്ലാം യേശുവിൻ്റേത്. ഒരു തരി പോലും എൻ്റേതില്ല എന്ന് ഞാൻ പറഞ്ഞു കർത്താവിനോട്. കർത്താവ്, ഇല്ല കർത്താവേ, എൻ്റേതില്ല, എൻ്റേതൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വലിയ അഭിമാനമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അഭിമാന വിഷയങ്ങൾ. എനിക്ക് MA ഡിഗ്രിക്ക് റാങ്ക് കിട്ടിയ കാര്യം, അതുപോലെ തന്നെ BEd ഡിഗ്രിക്ക് ഞാൻ യൂണിവേഴ്സിറ്റി ഫസ്റ്റായ കാര്യം, എന്നിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് അഭിമാനിക്കാനുണ്ടായിരുന്നു. എല്ലാം ഞാൻ താഴെ വെച്ചു. കർത്താവേ, ഐ എം എ പൂവർ സിന്നർ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, കർത്താവേ, ഐ എം എ പൂവർ സിന്നർ. ഞാനൊരു പാവിയായ മനുഷ്യൻ, ഞാൻ സാധുവായ മനുഷ്യൻ. ഐ എം എ പൂവർ സിന്നർ. ദൈവത്തിന് സ്തോത്രം. അത് ഞാൻ ദൈവത്തോട് തുറന്ന് പറഞ്ഞ്, കർത്താവേ, വേണ്ട ലോക ഇമ്പം വേണ്ട, ലോകസുഖം വേണ്ട, ലോക സന്തോഷങ്ങൾ വേണ്ട,
എൻ്റെ കർത്താവ് സന്തോഷിക്കുന്ന കാര്യങ്ങൾ മാത്രം മതി, അല്ലാത്ത ഒന്നും വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ആത്മാവ് ഉണർന്നു. ആത്മാവ് കൃപയാൽ അങ്ങ് നിറഞ്ഞു, ശക്തി എന്നിലേക്ക് പകർന്നു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന് ശക്തി പകർന്നു. നിങ്ങൾക്കാകാമെന്നായി പറയുന്നത്, നിങ്ങൾക്കാകാം. ഈ മുള്ളൊന്നും നിങ്ങൾ ഞെരിക്കാൻ സമ്മതിക്കരുത്. ഒരു മുള്ള് നിങ്ങൾ ഞെരിക്കാൻ സമ്മതിക്കരുത്. മുള്ളുണ്ട്, അത് അവിടെ കിടന്നോട്ടെ. പക്ഷേ അത് നിങ്ങളുടെ ഈ പൂവിൻ്റെ ഇതളിൽ തൊടാൻ പാടില്ല. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൻ്റെ അനേകം പരീക്ഷണങ്ങളിൽ കൂടി നാം പോകുമ്പോൾ നാം തളർന്നു പോകാം. സ്വാഭാവികമാണ്, മനുഷ്യനല്ലേ, തളർന്നു പോകാം. ഓർത്തോളണം, എനിക്ക് വേണ്ടി കരുതാൻ ഒരാളുണ്ട്. നിങ്ങൾ ഓർത്തോളണം, എനിക്ക് വേണ്ടി കരുതാൻ ഒരാളുണ്ട്. എൻ്റെ കാര്യം നോക്കാൻ എനിക്കൊരാളുണ്ട്. സ്തോത്രം. എൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്ക് രക്ഷകർത്താവുണ്ട്, എനിക്ക് അപ്പനുണ്ട്, എനിക്കൊരു നാഥനുണ്ട്. ഞാൻ അഥവാ പാവം വന്നുപോയാലും എൻ്റെ വിട്ടുമാറാത്തൊരു ദൈവമുണ്ട്. പാവം വന്നുപോയാൽ ഉടനെ പാവം ചൂണ്ടിക്കാണിച്ച് എന്നെ തിരുത്തുന്നൊരു ദൈവമുണ്ട്. എനിക്ക് രോഗം വന്നാൽ രോഗത്തിന്മേൽ കരം വയ്ക്കുന്നൊരു കർത്താവുണ്ട്. രോഗത്തിന്മേൽ, രോഗാണുക്കളുടെ മേൽ കരം വെച്ച് എനിക്ക് ആശ്വാസം തരുന്നൊരു ദൈവമുണ്ട്. എൻ്റെ ജീവനുള്ള ദൈവം, അവൻ എൻ്റെ കാര്യം നോക്കിക്കൊള്ളും. എൻ്റെ മാത്രമല്ല, എൻ്റെ മക്കളുടെ കാര്യം നോക്കിക്കൊള്ളും. കർത്താവിൻ്റെ വചനം അതാണ്. നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിൻ്റെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നൊരു നാൾ വിട്ടുപോകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്തൊരു വാഗ്ദത്തമാണത്! എന്തൊരു ശക്തിയേറിയ ദൂതാണ്! എന്തൊരു വാഗ്ദത്തം! നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവ്, നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങൾ നിൻ്റെ മേൽ നിന്ന് മാറുകയില്ല, നിൻ്റെ സന്തതിയുടെ മേൽ നിന്ന് മാറുകയില്ല, നിൻ്റെ സന്തതിയുടെ മേൽ നിന്ന് മാറുകയില്ല. അപ്പോൾ ഇന്ന് മക്കൾ നേരെയാകുന്നില്ലല്ലോ. അതെന്താ? മക്കൾ നേരെയാകുന്നില്ല, ഇല്ലേ? വിഷമമുണ്ട്. മക്കൾക്ക് വിശ്വാസം വരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ വെളിമയോട് പറയും, നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് മക്കൾ നേരെയാകാത്തത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വഭാവ മാറ്റം വന്നിട്ടില്ല. നിങ്ങൾ യോഗത്തിന് വരുന്നവരാണ്, ശരി, യോഗത്തിന് വരുന്നു, വചനം കേൾക്കുന്നു, പക്ഷേ വരേണ്ട രീതിയിലുള്ള രൂപാന്തരം നിങ്ങൾക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് മക്കൾ വഴിതെറ്റി പോകുന്നത്. അതുകൊണ്ടാണ് മക്കൾ ദൈവത്തിലേക്ക് വരാതിരിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഛായയോടെ നിന്നാൽ ഉറപ്പാണ് നിങ്ങളുടെ മക്കൾ വന്നിരിക്കും. നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടെ നിന്നാൽ നിങ്ങളുടെ മക്കൾ രക്ഷപ്പെട്ടിരിക്കും. മക്കൾ പഠിക്കുന്നില്ല, ചുമതലാബോധമില്ല, അവരെല്ലാം താറുമാറാക്കി കളയുന്നു, കുടുംബത്തിൻ്റെ പേര് നശിപ്പിക്കുന്നു, അവരുടെ അഭിമാനങ്ങൾ നശിപ്പിക്കുന്നു, അവരുടെ ശരീരം നശിപ്പിക്കുന്നു, കൊള്ളരാത്ത ജീവിതം നയിക്കുന്നു, ജാസകലം ജീവിതം താറുമാറാക്കി കളയുന്നു. ഇത് മക്കളെക്കുറിച്ചുള്ള ആവലാതിയാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മക്കൾ കർത്താവിനെ കണ്ടെത്തിക്കൊള്ളും, ഉറപ്പാണ്. കാരണം വചനം മാറുകയില്ല, ദൈവത്തിൻ്റെ വചനം മാറുകയില്ല. നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിൻ്റെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നൊരു നാൾ വിട്ടുപോകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. മുള്ളുകൾ ഞെരുക്കുന്നുണ്ട്. മുള്ളുകൾ എന്തെല്ലാമാണ് നിങ്ങൾ ഞെരുക്കുന്ന മുള്ളുകൾ? നിങ്ങൾ കണ്ടുപിടിക്കുമോ? എന്തെല്ലാമാണ് ഇപ്പോഴും ഞെരുക്കുന്ന മുള്ളുകൾ? എന്തെല്ലാമാണ്? മുള്ളുകളുടെ ഈ താമര പോലെ കന്യമാരുടെ എൻ്റെ പ്രിയരിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ ഇടയുവാവ് നിൽക്കുന്നുണ്ട്, ആ നല്ല ഇടയിൽ നിൽക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു എല്ലാം കാണുന്നുണ്ട് കേട്ടോ. നീ വിഷമിക്കുന്ന യാതനകൾ കർത്താവ് കാണുന്നുണ്ട്. മോളെ, നീ അനുഭവിക്കുന്ന യാതനകൾ, പീഡകൾ കർത്താവ് കാണുന്നുണ്ട്. മോനെ, നീ നേരിടുന്നതായ പ്രതിസന്ധികൾ കർത്താവ് കാണുന്നുണ്ട്. കർത്താവ് അറിയാതിരിക്കുന്നില്ല. നിൻ്റെ ജീവിതത്തിൽ നീ നേരിടുന്നതായ പ്രതിസന്ധികളെല്ലാം കർത്താവ് കാണുന്നുണ്ട്. മോളെ, നിൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന യാതനകളെല്ലാം കർത്താവ് കാണുന്നുണ്ട്. കർത്താവ് കാണാതിരിക്കുന്നില്ല. അവൻ അപ്പുറം നിന്ന് വാതിലിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് അവൻ നോക്കുന്നു, നോക്കുന്നു. അപ്പോഴാണ് പറയുന്നത്, അയ്യോ, മുള്ളുകളുടെ ഇടയിലാണല്ലോ എൻ്റെ പ്രിയ, മുള്ളുകളുടെ ഇടയിലാണല്ലോ ഇരിക്കുന്നത്. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, മുള്ളുകൾ. അത് കർത്താവ് പറഞ്ഞ വിതയ്ക്കുന്നതിൻ്റെ ഉപമയിൽ പറഞ്ഞതായ ആ മുള്ളുകൾ. രണ്ടാമത്തേത് മുള്ളുകൾ. യോശുവ 23:13 മുള്ള എന്താണെന്ന് കാണാം. നിങ്ങളുടെ ദൈവമായ യഹോവ മേലാൽ ഈ ജാതികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയില്ലെന്നും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തു നിന്ന് നിങ്ങൾ നശിച്ചു പോകും വരെ അവർ നിങ്ങൾക്ക് കുടുക്കും കണിയും വിലാപ്പുറത്ത് ചമ്മട്ടിയായും കണ്ണിൽ മുള്ളും ആയിരിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇസ്രായേൽ ജനം കനാനിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. യോർദാൻ കടന്നു. 40 വർഷത്തെ മരുഭൂമിവാസത്തിന് ശേഷം അവർ യോർദാൻ കടന്നു. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട്
40 കൊല്ലം സിനായി മരുഭൂമിയിൽ കൂടി നടന്ന് അവർ കൂട്ടത്തോടെ, എന്തുമാത്രം ആളുകളാണ്, 1-2 600,000 പേര്, 6 ലക്ഷം പേര്, 6 ലക്ഷം പ്രായപൂർത്തിയായ പുരുഷന്മാർ തന്നെ 6 ലക്ഷം പേര്. അപ്പോൾ കുട്ടികളും മറ്റും ആകുമ്പോഴെന്തായിരിക്കും, അവരുടെ ഭാര്യമാരാകുമ്പോൾ എത്രയായിരിക്കും? ഏതാണ്ട് 22 ലക്ഷത്തോളം വരും. ഇക്കണ്ട ആളുകളെല്ലാം വലിയൊരു കൂട്ടമായി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അവർക്ക് ദൈവം രാത്രി അഗ്നിസ്തംഭം, ആ വലിയ മരുഭൂമിയിൽ ആസകലം ഇവർക്കെല്ലാം വെളിച്ചം കാണാതെ അഗ്നിസ്തംഭം നാട്ടി. ഒറ്റ അഗ്നിസ്തംഭം, മുഴുവൻ വെളിച്ചം, രാത്രി വെളിച്ചം. അവർക്ക് വെയിലേറ്റ് വാടാതിരിക്കാൻ പകൽ മേഘസ്തംഭം, മേഘം എല്ലായിടത്തും. നിത്യനായ ദൈവം അവരെ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ആ ദൈവം അവരെ കൊണ്ടുപോയി അവരെ യോർദാൻ്റെ അരികത്തെത്തിച്ചു. യോശുവയും കാലേബും അപ്പുറം യോർദാൻ കടന്നു, അവരും ജനവും കടന്നു. മോശയ്ക്ക് കിടക്കാൻ പറ്റിയില്ല, മോശ അതിന് മുമ്പ് മരിച്ചുപോയി. അഹ്റോന് കിടക്കാൻ പറ്റിയില്ല, അഹ്റോന് മരിച്ചുപോയി. മിരിയാമിന് കിടക്കാൻ പറ്റിയില്ല, മിരിയാവും മരിച്ചുപോയി. നടത്തിക്കൊണ്ട് വന്നവരെ മരിച്ചു. പക്ഷേ നേതാക്കൾ മരിച്ചെങ്കിലും അപ്പോൾ യോശുവയും കാലേബും എഴുന്നേറ്റു. അവരെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവർ ഈ ജനത്തെ യോർദാൻ്റെ അപ്പുറത്തേക്ക് കടത്തി, കനാനിലേക്ക് കടത്തി, പലസ്തീനിലേക്ക് കടത്തി. പലസ്തീനിൽ അവർ ചെന്നപ്പോൾ അവിടെ കുറേ ജാതികളുണ്ട്. കനാന്യർ, യബൂസ്യർ, ഹിവ്യർ, പെരിസ്യർ, അമ്മോന്യർ, മോവാബ്യർ, മിദ്യാന്യർ, അനേകം ജാതികളുണ്ട്. ദൈവമില്ലാത്ത അനേകം ജാതികളവിടെയുണ്ട്. ഇവർ ഇസ്രായേൽക്കാർ നിത്യനായ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. പക്ഷേ അവിടെയുള്ളവരോ ദൈവദ്വേഷികളാണ്, ദൈവത്തെ ദ്വേഷിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ അവരുടെ ഇടയിൽ ചെന്നപ്പോൾ എന്താ ഉണ്ടായത്? ഒന്ന് വായിക്കൂ. നിങ്ങളുടെ ദൈവമായ യഹോവ മേലാൽ ഈ ജാതികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയില്ലെന്നും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ നശിച്ചു പോകും വരെ അവർ നിങ്ങൾക്ക് കുടുക്കും കണിയും. ആ ജനം, അവിടെയുള്ള ആളുകൾ നിങ്ങൾക്ക് കൊടുക്കായിരിക്കും, കണിയായിരിക്കും, വിലാപ്പുറത്ത് ചമ്മട്ടിയായിരിക്കും, കണ്ണിൽ മുള്ളുമായിരിക്കും. കണ്ണിൽ മുള്ള്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ എതിർപ്പ് നേരിടേണ്ടി വരും. അവിടെയുള്ള ജാതികളിൽ നിന്ന് വലിയൊരു എതിർപ്പ് നേരിടേണ്ടി വരും, വലിയ ശത്രുത്വം നേരിടേണ്ടി വരും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല ജീവിതം. നിങ്ങൾക്ക് പാലും തേനും വീഴുന്ന കനാൻദേശം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വന്നു. പക്ഷേ ശരിയാണ്, പാലും തേനും വീഴുന്ന കനാൻദേശമാണ്, ഫലഭൂയിഷ്ടമായ സ്ഥലമാണ്. പക്ഷേ അവിടെ നിങ്ങൾക്ക് കൊടുക്കും കണിയും മുള്ളുമായിട്ട് കുറേ ജാതികളുണ്ട്, കുറേ ആളുകൾ. അവിടെയുള്ള ഹിവ്യര്, യബൂസ്യര്, പെരിസ്യര്, കനാന്യര്, അമ്മോന്യര്, മോവാബ്യര്, മിദ്യാന്യര് എന്ന് തുടങ്ങി അനേകം ജാതികൾ. അവരെല്ലാം ദൈവജനത്തിന് ശത്രുക്കളാണ്. പ്രിയപ്പെട്ടവരെ, ഓർക്കൂ, ചുറ്റുപാടുമെല്ലാം ദൈവത്തെ അറിയാത്തതായിരിക്കും. മോനെ, നീ നിൻ്റെ ഭവനത്തിൽ ജീവിക്കാൻ ആത്മീയമായി തീരുമാനമെടുത്ത് മുന്നോട്ട് വരുമ്പോൾ ഒരുപക്ഷെ അനേകം പേരെ നിൻ്റെ ശത്രുക്കളായി തീർന്നു വരും. നിന്നെ പലരും പരിഹസിച്ചെന്ന് വരും. നീ ചെയ്യാത്ത കാര്യങ്ങൾ നിന്നെക്കുറിച്ച് ആരോപണം പറഞ്ഞു വരും. ഇല്ലാത്ത കാര്യങ്ങൾ നിന്നെ അവമാനിച്ചെന്ന് വരും. സ്വാഭാവികമാണ്, പേടിക്കാനില്ല. കാരണം എന്താണ്? അവരെല്ലാം നിനക്ക് വിലാപ്പുറത്ത് ചമ്മട്ടി പോലെയായിരിക്കും. പുറത്തേക്ക് ചമ്മട്ടി കൊണ്ട് ആഞ്ഞടിക്കുന്നത് പോലെ അവരിൽ നിന്ന് ഉപദ്രവം നേരിടും. കണ്ണിൽ മുള്ളു പോലെ, കണ്ണിൽ മുള്ളു കൊണ്ടതുപോലെ. എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. കണ്ണിൻ്റെ കാഴ്ച പോലും പോകത്ത കണ്ണിൽ മുള്ളായിരിക്കും. മറ്റുള്ളവരിൽ നേരിടുന്നതായ ഉപദ്രവങ്ങൾ, മറ്റുള്ളവരിൽ നേരിടുന്നതായ പ്രയാസങ്ങൾ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് രഹസ്യമായി മറ്റുള്ളവരിൽ നിന്ന് മുള്ളുകൾ പോലെ നമുക്ക് നേരിടും. കണ്ണിൽ മുള്ളായിരിക്കും. വീണ്ടും വായിക്കാം, സംഖ്യാപുസ്തകം 33:55 വാക്യം വായിക്കാം. എന്നാൽ ദേശത്തെ നിവാസികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയാതിരുന്നാൽ നിങ്ങൾ അവരിൽ ശേഷിപ്പിക്കുന്നവർ നിങ്ങളുടെ കണ്ണുകളിൽ മുള്ളുകളും പാർശ്വങ്ങളിൽ കണ്ടകങ്ങളുമായി നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളെ ഉപദ്രവിക്കും. കണ്ടകം എന്ന് പറഞ്ഞാൽ മുള്ളു തന്നെ അർത്ഥം. നിങ്ങളുടെ പാർശ്വങ്ങളിൽ, വശത്ത്, നിങ്ങളുടെ സൈഡിൽ അവിടെ മുള്ളായിരിക്കും. നിങ്ങളവരെ നീക്കിക്കളഞ്ഞുകൊള്ളണം, അവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളണം. പറയുന്നത് ഹിവ്യരേബൂസർ എന്നൊക്കെ പറയുന്നത് വേദപ്രകാരം അത് വാസ്തവത്തിൽ അതിൻ്റെ അലിഗോറിക്കൽ മീനിങ് എന്ന് വെച്ചാൽ അതിൻ്റെ രൂപകാത്മകമായ അർത്ഥം ശത്രുക്കൾ, പൈശാചിക സേനയാണ്. ദുഷ്ടപിശാചി നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കും. നിങ്ങൾ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. വീട്ടിൽ സമാധാനം ഇല്ലാതാക്കും, കുടുംബത്തിൽ സ്വൈര്യം ഇല്ലാതാക്കും. അതുകൊണ്ടാണ് പല സ്ത്രീകളും ഭർത്താവിൻ്റെ തല്ലുകൊള്ളേണ്ടി വരുന്നത്. ദുഷ്ടപരീക്ഷ തല്ലുന്നു. അത് പാവപ്പെട്ട സ്ത്രീ സഹിച്ച് വലഞ്ഞ് വിഷമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമമഹത്വപ്പെടട്ടെ. മുള്ളുകൾ, വീണ്ടും മുള്ള് വേറെ എന്താണ്? ഒന്ന്, വിത്തുകൾ വീണ് മുള്ളിനിടയിൽ വീണു. 2, മറ്റുള്ളവരിൽ നേരിടുന്നതായ ഉപദ്രവങ്ങൾ മുള്ളുകളായിട്ട്.
പുറജാതികളിൽ നിന്ന് അല്ലെങ്കിൽ ദൈവമില്ലാത്ത ജാതികളിൽ നിന്നുണ്ടാകുന്ന മുള്ളുകൾ, ദൈവഭയമില്ലാത്തവരിൽ നിന്നുണ്ടാകുന്ന മുള്ളുകൾ, എതിർപ്പുകൾ. മൂന്നാമത്തേത് എന്താണ്? കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 12-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ശരീരത്തിലേക്ക് മുള്ളു കൊള്ളുകയാണ്. ജഡത്തിൽ ഒരു ശൂലം കൊണ്ട് കുത്തും പോലെ വേദന വരുന്നു അപ്പോസ്തലന്. പിന്നെ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. ശൂലം കൊണ്ട് കുത്തുന്ന പോലെ സാത്താനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് മുള്ള്. വെളിപ്പാടിൻ്റെ അധികത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജഡത്തിൽ ശൂലം തന്നിരിക്കുന്നു, ഒരു മുള്ള് തന്നിരിക്കുന്നു. അത് ദൈവം തന്നതല്ല, അത് സാത്താൻ തന്നത് ദൈവം അനുവദിച്ചതാണ്. സാത്താൻ എങ്ങനെ മുള്ളു കൊണ്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്, ശൂലം കൊണ്ട് കുത്തും പോലെ. എന്താണത്? മാരകമായ രോഗമാണ്, വലിയ ഒരിക്കലും വിശ്രമമില്ലാത്ത രോഗമാണ്. ഒരുപക്ഷേ വേദപണ്ഡിതന്മാർ ചിലർ പറയുന്നത് അപ്പോസ്തലൻ്റെ കണ്ണിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു, എപ്പോഴും വേദന, കണ്ണിൽ വേദന. അത് പറയുന്ന ന്യായമുണ്ട്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് തരുമായിരുന്നു ഞാൻ സാക്ഷി എന്ന് പറയുന്നുണ്ട്. കണ്ണ് ചൂഴ്ന്നെടുത്ത് തരുമെന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളെന്നെ സഹായിക്കാൻ മനസ്സാണ്, കണ്ണുപോലും തരാൻ മനസ്സാണെന്ന്. ഇപ്പോൾ കണ്ണിൽ അപ്പോസ്തലന് വേദന ഉണ്ടായിരുന്നാണ് ഊഹിക്കുന്നതെന്നാണ് പിതാക്കന്മാർ പറയുന്നത്. നമുക്കറിയാൻ പാടില്ല. ഏതായാലും രോഗമുണ്ടായിരുന്നു, ഒരു രോഗം, ഒരു മഹാവ്യാധി. എന്താണ് ദൈവത്തിൻ്റെ ദാസൻ രോഗം പിടിച്ചത്? കർത്താവിന് മാറ്റാൻ പറ്റുകയില്ലേ? പൗലോസ്ലീഹ നടന്നു പോകുമ്പോൾ ആ നിഴൽ വീശിയാൽ രോഗി എഴുന്നേക്കും. പക്ഷേ പൗലോസ്ലീഹയ്ക്ക് രോഗമുണ്ട്. ഇതെന്താണിത്? അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. 3 പ്രാവശ്യം കർത്താവ് ഇത് മാറ്റി തരാമോ? 3 പ്രാവശ്യം ചോദിച്ചു, കർത്താവ് ഇത് മാറ്റി തരാമോ? ഈ മുള്ളൊന്ന് മാറ്റി തരാമോ? എൻ്റെ ജീവിതത്തിലെ ഈ രോഗം ഒന്ന് മാറ്റി തരാമോ? അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് 3 പ്രാവശ്യം കർത്താവോട് പ്രാർത്ഥിച്ചു. അവൻ എന്നോട്, അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ കൃപ നിനക്ക് മതി. സ്തോത്രം. നിനക്ക് ഏതാ വേണ്ടത്? രോഗസൗഖ്യമാണ് വേണ്ടത്? എൻ്റെ കൃപയാണ് വേണ്ടത്? അയ്യോ കർത്താവേ, എനിക്ക് കൃപ മതി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പ്രിയപ്പെട്ടവരെ, രോഗം വരും, പ്രയാസങ്ങൾ വരും, ആപത്തുകൾ വരും, ആക്സിഡൻറ്റ്സ് ഉണ്ടാകും, അത്യാഹിതങ്ങളുണ്ടാകും, ഒക്കെ ഉണ്ടാകട്ടെ. പക്ഷേ അവിടെയെല്ലാം ഒരു കൃപയുണ്ടായിരിക്കണം. കർത്താവിൻ്റെ കൃപയുണ്ടായിരിക്കണം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, നിൻ്റെ കൃപ എന്നിൽ നിന്ന് മാറരുതേ എന്ന്. ശരി, പണത്തിന് ഞെരുക്കമുണ്ട്, കുടുംബത്തിൽ ചില ക്ലേശങ്ങളുണ്ട്, മറ്റുള്ളവരിൽ ചില മുള്ളുകൾ ഏൽക്കുന്നുണ്ട്. എൻ്റെ കർത്താവേ, ചില പ്രതിസന്ധികളെല്ലാം ഉണ്ട്, രോഗമുണ്ട്, പലതരത്തിലുള്ളതായ ദുരിതങ്ങളുണ്ട്, ഒക്കെ ഉണ്ട് കർത്താവേ. പക്ഷേ ഒന്നും അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു, അതെല്ലാം മാറ്റേണ്ട സമയത്ത് മാറ്റാൻ നിനക്ക് കഴിയുമല്ലോ. എനിക്ക് വേണ്ടത് ഒറ്റയ്ക്കൊരു കാര്യം മാത്രം, ഒറ്റയ്ക്കൊരു കാര്യം. നാഥാ, നിൻ്റെ കൃപ എനിക്ക് വേണം. സ്തോത്രം. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എൻ്റെ കൃപ നിനക്ക് മതി. കൃപയിൽ നിന്നൊരിക്കലും മാറരുത്. കർത്താവിൻ്റെ കൃപാവലയത്തിൽ നിന്ന് മാറരുത്. ഒരു കൃപാവലയത്തിനകത്ത് ആക്കിയിരിക്കുകയാണ് കൃപാവലയം. കർത്താവിൻ്റെ കൃപയുടെ ആ വലയത്തിനുള്ളിലേക്ക്, കൃപയുടെ ആ അതിർത്തിക്കുള്ളിലേക്ക് വരാൻ ആർക്കുള്ള ആഗ്രഹമുണ്ട്? കൃപയുടെ വലയത്തിനുള്ളിലേക്ക് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്കെല്ലാം ജയിച്ചു, നിങ്ങൾക്ക് സമാധാനമാകും, ഉറപ്പാണ്. കർത്താവിൻ്റെ കൃപ, ആ കൃപയാണ് നമുക്ക് രക്ഷ തരുന്നത്, ആ കൃപയാണ് നമുക്ക് സ്വർഗം തരുന്നത്, ആ കൃപയാണ് പാവം മോചിച്ച് തരുന്നത്, ആ കൃപയാണ് നമ്മുടെ ഭാരങ്ങൾ മാറ്റി തരുന്നത്, ആ കൃപയാണ് നമ്മുടെ കണ്ണുനീര് തുടച്ച് തരുന്നത്. ദൈവത്തിൻ്റെ കൃപ. എന്തെല്ലാം പോയാലും ദൈവത്തിൻ്റെ കൃപ പോകരുത്. ആരെല്ലാം നഷ്ടപ്പെട്ടാലും ദൈവത്തിൻ്റെ കൃപ പോകരുത്. ഭാര്യ വിട്ടുപോയാലും ഭർത്താവ് വിട്ടുപോയാലും കൃപ മാറരുത്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, കേൾക്കൂ. നിങ്ങൾ ഇന്ന് കൃപയുടെ നാഥനെ നിങ്ങൾ വിളിക്കുക, യേശു ക്രിസ്തുവിനെ വിളിക്കുക. കൃപയുടെ ഉടയവൻ വന്നിരിക്കുന്നു, കൃപയുടെ ഉടയവൻ വന്നിരിക്കുന്നു. അവനെ നിങ്ങൾ വിളിക്കുക. കൃപയുടെ നാഥാവായ യേശുവേ, കൃപയുടെ ഉറവിടമായ യേശുവേ, കൃപയുടെ നികേതനമായ യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. എൻ്റെ കർത്താവ്, ഇന്ന് ഞാനിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ മുള്ളുകളേറെയുണ്ട്, ഭാരങ്ങളേറെയുണ്ട്. കർത്താവെ, അനേകരനെ ഞെരുക്കുന്നുണ്ട്, യെരൂശലേം പുത്രിമാർ എന്നെ പ്രലോഭിപ്പിക്കുന്നുണ്ട്. പക്ഷേ കർത്താവെ, എനിക്ക് അതിന് കൃപ മാത്രം മതി. കൃപ മാത്രം. കർത്താവായ യേശുവിൻ്റെ കൃപ വേണമോ? നിങ്ങൾക്ക് ഈ സൗജന്യദാനം വേണമോ? നിങ്ങളൊന്നും കൊടുക്കണ്ട, ഒരു പൈസയും മുടക്കണ്ട. കൃപ ദാനമാണ്, ഗിഫ്റ്റാണ്, സമ്മാനമായി തരുന്നതാണ്. നീ ഒന്നും കൊടുത്തിട്ടല്ല. ഇറ്റ്സ് എ ഗിഫ്റ്റ്. അത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം തരുന്ന സമ്മാനമാണ്. ആ സമ്മാനം നീ കൈനീട്ടി വാങ്ങുമോ? കർത്താവേ, നിൻ്റെ കൃപാവലയത്തിനുള്ളിലേക്ക് എന്നെ നീ ചേർക്കുമോ? വെളിയിൽ നിൽക്കുന്ന എന്നെ കൃപാവലയത്തിനകത്തേക്ക് ചേർക്കുമോ? ഞാൻ ഈ കൃപാവലയത്തിനകത്താകാൻ നിൻ്റെ കൃപ എന്നെ ഇന്ന് വിടുവിച്ച് കൊണ്ടുവരുമോ? കർത്താവേ, പാവത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച്, പാവത്തിൻ്റെയും പിശാചിൻ്റെയും അടിമത്തിൽ നിന്ന് വിടുവിച്ച് ഈ കൃപയ്ക്കുള്ളിൽ എന്നെ ആക്കുമോ? പ്രാർത്ഥിക്കുമോ? പ്രിയപ്പെട്ടവരെ,
കൃപയുടെ ഉടയവൻ വന്നിരിക്കുന്നു. നിങ്ങൾ വിളിക്കുന്നു, പേറിൽ വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് അവനിതാ പറയുന്നു, മകനെ നീ അകത്തേക്ക് വരിക, നീ എന്തിന് പുറത്ത് നിൽക്കുന്നു? മകളെ നീ അകത്തേക്ക് വരിക, നീ എന്തിന് പുറത്ത് നിൽക്കുന്നു? യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ നീ അകത്ത് വരിക, എന്തിന് പുറത്ത് നിൽക്കുന്നു? അകത്തേക്ക് വരാൻ ക്ഷണിക്കുന്നു. കൃപ ക്ഷണിക്കുകയാണ്. ഒരു 10 പൈസ മുടക്കാതെ, ഒരു പൈസയും മുടക്കാതെ, നിൻ്റെ സമ്പത്തൊന്നും മുടക്കാതെ, നിൻ്റെ സൗകര്യങ്ങളൊന്നും മുടക്കാതെ കൃപയുടെ നാഥൻ്റെ അടുക്കിലേക്ക് നിനക്ക് വരാം. ഒന്നും നഷ്ടമല്ല, എല്ലാം ലാഭമാണ്. സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവിന് സ്തോത്രം. എല്ലാം ലാഭമാണ്. ഈ കൃപ എനിക്ക് ലഭിച്ചത് കൊണ്ടാണ് ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നത്. ഈ കൃപ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത്. ഈ കൃപ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഇത്രയും ആരോഗ്യത്തോടെ ഞാൻ ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കൃപയിലായതുകൊണ്ടാണ് എനിക്ക് സമാധാനമുള്ളത്. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ കൃപ. കർത്താവേ, മരണത്തോളം കൃപ മാറരുതേ, അതാണ് എൻ്റെ യാതന. മരണത്തോളം, മൂക്കിൽ ജീവശ്വാസമുള്ള കാലത്തോളം അവിടുത്തെ കൃപയിൽ നിന്ന് മാറരുതേ, അതാണ് എൻ്റെ യാതന. അത് വേറെ ഒന്നും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. കൃപയിൽ എന്നെ കാത്തുകൊള്ളണമേ, ആ കൃപയിൽ എന്നെ പൊതിഞ്ഞുകൊള്ളണമേ. പൈശാചികൻ്റെ എല്ലാ ഉരുക്കുമുഷ്ടിയിൽ നിന്ന് ഒടുവിച്ചതിനെ രക്ഷിച്ചു കൊള്ളണമേ. കൃപയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. പ്രാർത്ഥിക്കൂ. നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മക്കളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കൃപയുടെ അത്ഭുതകരമായ പ്രപഞ്ചത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചതിനായി സ്തോത്രം. കൃപയുടെ നിറവിലേക്ക് ഞങ്ങളെ ആനയിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും ക്രൂസിലെ രക്തത്താൽ ലഭിക്കുന്ന കൃപ, ക്രൂസിലെ തിരുവണ്ണത്താൽ ലഭിക്കുന്ന കൃപ എല്ലാവർക്കും അനുഭവമാകാൻ തക്കവണ്ണം കർത്താവേ ഇന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ. ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കൃപയാൽ രണ്ടാമത്തെ വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. യേശുനാഥൻ്റെ പരിപാവനമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.